ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ നമുക്കിന്ന് ക്ലിനിക്കിനകത്ത് ഇരുന്നിട്ട് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആയാലോ. സോ വേറൊന്നും അല്ല കേട്ടോ, ജസ്റ്റ് ബ്ലഷ് ഇടുന്നുണ്ട്. പിന്നെ ഞാൻ നിങ്ങൾ വിചാരിക്കുന്നത് ഡയറക്റ്റ് ബ്ലഷാണ് ഇടുന്നതെന്ന് അല്ല. ഞാൻ സിറം, മോയ്സ്ചറൈസിങ് ക്രീമും അത് കഴിഞ്ഞ് സൺസ്ക്രീനും ഞാൻ സ്കിന്നിൽ ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിന് പുറമെ ഞാൻ ചെറിയതായിട്ടൊന്ന് ബ്ലഷ് ഇടുന്നുണ്ട്. ബ്ലഷ് ഇല്ലാതെ എന്ത് ജീവിതം അല്ലേ. ഈ ബ്ലഷ് ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ ഫേസൊക്കെ ഒന്ന് അപ്ലിഫ്റ്റ് ആവും. എന്താ പറയുക, ഒരു റെഡിഷ് കളറൊക്കെ വരുമ്പോൾ ഒരു നല്ലൊരു ഭംഗിയാണ്. കാരണം ഈ ചത്ത മുഖം പോലെ ഇരിക്കില്ല, ഒരു വിളറിയ പോലെ ഇരിക്കാതെ കുറച്ച് രക്തയോട്ടമൊക്കെ ഉള്ള പോലെ തോന്നും. സോ ബ്ലഷ് ഒരിക്കലും നമ്മൾ അവോയ്ഡ് ചെയ്യരുത്. അത് കഴിഞ്ഞ് നമുക്ക് ഐബ്രോ ഒക്കെ ഒന്ന് വരച്ചെടുക്കാം. കാരണം എനിക്ക് പണ്ട് ഐബ്രോ വളരെ കുറവാണ് കേട്ടോ. അപ്പോൾ ഞാൻ മൈക്രോ ബ്ലേഡിംഗ് ഒക്കെ ചെയ്യണമെന്നുണ്ട്, പക്ഷേ അതിനൊന്നും ടൈം ആയില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നു. സോ ഐബ്രോ പെൻസിൽ ഞാൻ ഉപയോഗിക്കുന്നത് ലാക്മേയുടെയാണ്. അതിപ്പോൾ യൂസ് ചെയ്ത് ഭയങ്കര ചെറുതായി, അത് കിട്ടാൻ പാടാ. അങ്ങനെ അവസാനം അത് കിട്ടിയിട്ടോ. അപ്പോൾ ഈ ഒരു ഐബ്രോ പെൻസിൽ തുറക്കാനും പറ്റുന്നില്ലല്ലോ. ഇത് എന്ത് സംഭവമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുതായിപ്പോയി. പിന്നെ കയ്യിൽ ക്രീമും കൂടി ഉള്ളതുകൊണ്ട് ഈ സാധനം പോരുന്നില്ല. ഓക്കെ, ഫൈനലി അത് അഴിച്ചെടുത്തിട്ടുണ്ട് എന്തായാലും. അങ്ങനെ ഐബ്രോ പെൻസിൽ രണ്ട് ഞാനൊന്ന് വരച്ച് കുറച്ചൊന്ന് ഡാർക്ക് ആക്കിയിട്ടുണ്ട്. ഇത് കണ്ണിലൊരു മാജിക്കായി കിട്ടാനുണ്ട്. അപ്പോൾ കണ്ണ് ഞാൻ നന്നായിട്ടൊന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊരു സ്മഡ്ജ് ലുക്കാട്ടോ എഴുതി ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് നമുക്കിനി നല്ലൊരു ലിപ് ഷെയ്ഡുണ്ട്. മെബിലിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണിത്. പക്ഷേ ഇതിൻ്റെ ഷെയ്ഡ് എന്നോട് ആരും ചോദിക്കരുത്, കാരണം എനിക്കിതറിയത്തില്ല. കാരണം ഇതിൻ്റെ അതെല്ലാം മാഞ്ഞു പോയി, അതാട്ടോ. പിന്നെ നമുക്ക് ഹെയർ ഒന്ന് സെറ്റ് ചെയ്യാം. കാരണം ഇപ്പം ഞാൻ ഇന്നലെ തല നനച്ച് കുളിച്ചായിരുന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഇന്നും തല നനയ്ക്കില്ലേന്ന്. ഒരിക്കലില്ല, എന്നും ഞാൻ തല നനയ്ക്കാറില്ല. 2-3 days വൺസാണ് ഞാൻ തല നനയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ തല നനച്ചതുകൊണ്ട് തലയിൽ നമ്മുടെ ഹെയർ സെറ്റ് ചെയ്തിട്ടതൊക്കെ പോയിട്ടോ. അപ്പം ഞാൻ ഇന്ന് ഫ്രഷായിട്ട് സെറ്റ് ചെയ്യാണ്. സോ നമ്മൾ കുറച്ച് ഹീറ്റ് വെച്ചിട്ട് മുടിയൊക്കെ നന്നായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഹാവൽസിൻ്റെ ഒരു ഹെയർ ബ്രഷാണ്. സോ സ്ട്രെയിറ്റനിങ് ബ്രഷ് തന്നെയാണ്, പക്ഷേ ഇത് സ്ട്രെയിറ്റ് ചെയ്യുന്നില്ല. ജസ്റ്റ് ആ ഒരു നാച്ചുറൽ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്, ആ ഒരു താഴെ നമ്മുടെ ഹെയർ കട്ടിൻ്റെ ആ ഇത് വോളിയം കുറച്ചുകൂടി എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ബ്രഷ് ചെയ്തിടുന്നത് കേട്ടോ. സോ അങ്ങനെ ബ്രഷ് ചെയ്തിട്ട് ഫൈനൽ ലുക്കാണ് ഇപ്പോൾ കാണാൻ പോകുന്നത്. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. സോ ഈ ലുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്. സോ ടേക്ക് കെയർ, ബൈ ബൈ, ലവ് യു, ബൈ. സോ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.